എന്നോടൊപ്പം നല്ല ചുരുക്കോടെ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടുകൂട്ടം എത്തിയിരിക്കുന്നത്. ഇവർ വന്നിരിക്കുന്നത് ചേർത്തലയിൽ നിന്നുമാണ് അല്ലേ? എന്താണ് കുട്ടിയുടെ പേര്? എന്റെ പേര് അഞ്ജന. എന്താണ് അഞ്ജന ബാസിട്ട് സംസാരിക്കുന്നത്? റാഗി ഇന്നലെ തോന്നിച്ചോ? കേസ് കൊടുക്കരുത്, എനിക്ക് പേടിയാ. നൂപുര എന്നാണ് നിങ്ങളുടെ ഡാൻസ് അക്കാഡമിയുടെ പേര് അല്ലെ? അടിപൊളി. ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഞങ്ങൾക്ക് കാണണം. സെമി ക്ലാസിക്കലാണോ? അതെ ആണല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് വഴങ്ങുന്ന ഒരു ഇതാണ് സെമി ക്ലാസിക്കൽ എന്ന് പറയുന്നത്. എന്റെ കോസ്റ്റ്യൂം കണ്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യരുത്. ശ്രീവിദ്യക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെ ഞാൻ ജഡ്ജ് ചെയ്യില്ല കേട്ടോ. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ പാഠം 1 എന്നുള്ള രീതിയിൽ ഡാൻസിന്റെ മുദ്രകൾ പഠിച്ചു തുടങ്ങാം. പാഠം അല്ലേ? പറഞ്ഞോ, എത്ര മുദ്രകളാണ് ശരിക്കും? മുദ്രകള് അസംയുക്ത ഹസ്തങ്ങളും സംയുക്ത ഹസ്തങ്ങളും ഉണ്ട്. അസംയുക്ത ഹസ്തങ്ങൾ എന്ന് പറയുന്നത് ഒരു കൈ കൊണ്ട് കാണിക്കുന്ന മുദ്രകളാണ് അസംയുക്ത ഹസ്തങ്ങള്. അതെ, സംയുക്ത ഹസ്തങ്ങൾ എന്ന് പറയുമ്പോൾ 2 കൈ കൊണ്ട് കാണിക്കുന്ന മുദ്രകളാണ് സംയുക്ത ഹസ്തങ്ങൾ. എനിക്ക് 2 കൈകളുള്ളൂ. എനിക്ക് ഒറ്റ കൈയിലെ മുദ്രകളെല്ലാം അറിയാം. വിളിക്കാം, ഇങ്ങനെ കാണിക്കും ചെറുത്. പക്ഷെ ഈ ഡാൻസിൽ എനിക്ക് തോന്നുന്നു നമ്മൾ യൂഷ്വലി കാണുന്ന ഈ പതാക അതൊക്കെയല്ലേ ഈ വൺ ഹാൻഡ് പറയുന്നത്. 2 ആയിട്ട് ചെയ്യുന്നതിന് എന്നാ പറയുന്നത്? സംയുക്ത ഹസ്തങ്ങൾ. സംയുക്ത ഹസ്തങ്ങൾ. അത് എനിക്ക് കണ്ടാ കൊള്ളാവുന്നുണ്ട്. അതും ഇവര് ഗ്രൂപ്പായിട്ട് കാണുമ്പോൾ ലൈക് പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ. നമുക്ക് ചെയ്യാമോ? ശരി. അഞ്ജലിശ, കപോതശ, കർക്കിട, സ്വസ്തിഹസ്തദ, ഡോളാഹസ്ത, പുഷ്പപുടഃ, ഉത്സംഗ, ശിവലിംഗകഃ. ഡോളാഹസ്ത, പുഷ്പപുടഃ, ഉത്സംഗ, ശിവലിംഗകഃ. കടകാവർദ്ധനശൈവ, കർത്തരീ സ്വസ്തിഹസ്തദ. കടകാവർദ്ധനശൈവ, കർത്തരീ സ്വസ്തിഹസ്തദ. ശകടം, ശംഖ, ചക്രേജ, സംപുടം, പാശ കീലകൗ. മത്സ്യ, കൂർമ, വരാഹസ്യ, ഗരുഡോ, നാഗബന്ധകഃ. ഖട്വ, ഭേരുണ്ടകാർക്കേശ, അവഹിസ്തശ്ച ദേവജ. എന്റെ അമ്മേ, എന്തപ്പോ നമ്മളിവിടെ കണ്ടത്? ഒരെണ്ണം പറയാൻ പറ്റുമോ? ഒരെണ്ണം. മത്സ്യ, മത്സ്യ, ഗരുഡ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലേ. മാനില്ലേ? അല്ലല്ല, ഒരു കൈ കൊണ്ട് അവര് ഡബിൾ ആയിട്ട് വരില്ല. ഓക്കെ ഓക്കെ, ശരി, നൈസ്. പക്ഷെ കൊള്ളായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി. ഞാൻ പറഞ്ഞ ഐഡിയ എങ്ങനെയുണ്ടായിരുന്നു? ഗ്രൂപ്പ് ആയിട്ട് കാണാൻ വിഷ്വൽ ട്രീറ്റ് അല്ലേ? അഞ്ജന ശരിക്കും എവിടുന്നാ പഠിച്ചത്? എന്റെ ഗുരുവിന്റെ പേര് RLB ഓംകാർ എന്നാണ്. സാറിന്റെ അടുത്ത് ഇപ്പൊ ഇവരിപ്പോ എന്റെ അടുത്ത് പഠിക്കുന്ന പോലെ ഞാൻ 5 വയസ്സുള്ളപ്പോ സാറിന്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും സാറിന്റെ അടുത്ത്. അതെ, അടിപൊളി, സൂപ്പർ.